CP എക്സാം ഹാൾ. അപ്പൊ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ആൻസർ പറയണം. ടോട്ടൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പുറത്തിറങ്ങുമ്പോ കുട്ടികൾ വന്നിട്ട് അങ്കിൾ എന്ന് വിളിക്കുമ്പോ ശരിക്കും എന്താ മനസ്സിൽ തോന്നാറ്? ഓർക്കൂട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഓർക്കൂട്ടില് ആക്ച്വലി അന്ന് നല്ല ഒരു സിനിമ ചർച്ചകളുണ്ടായിരുന്നു. നല്ല ശരിക്കും നല്ല ചർച്ചകളുണ്ടായിരുന്നു. അത് പിന്നീട് ആ ചർച്ചകൾ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇത് തുടങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്ക് എടുക്കുന്നത്. ഞാൻ പണ്ട് സിനിമയ്ക്കൊക്കെ റിവ്യൂ ഒക്കെ എഴുതുമായിരുന്നു. എന്റെ ഇടയ്ക്ക് ഈ മെമ്മറീസ് ആയിട്ട് ചില റിവ്യൂ വരും. അപ്പോഴാണ് വീഡിയോ ഇപ്പൊ മമ്മൂക്കാണ് ചില സിനിമയുണ്ട്. ആ സിനിമ ചിലപ്പോ മറ്റേ ഫ്ലോപ്പ് ആയിരിക്കും, വർക്കാവാത്ത സിനിമ. ഞാൻ പക്ഷെ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഒരു വൻ റൈറ്റിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ മമ്മൂക്കയുടെ പറഞ്ഞ് തർക്കിക്കാനങ്ങ് വന്നാണല്ലോ പിന്നെ സീന. CP എക്സാം ഹാൾ. അപ്പൊ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ആൻസർ പറയണം. ടോട്ടൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. 20 ക്വസ്റ്റ്യൻസില 4 മാർക്കിന്റെ ഉണ്ടാവില്ല. ഫസ്റ്റത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്കിന്റെ ആണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം ചോദിക്കുന്നതിന്. ഓക്കെ. സാനിയ അയ്യപ്പൻ. ഫസ്റ്റ് സിനിമ ക്വീൻ. ഓക്കെ. ഗൗരി ജി കിഷൻ. ആദ്യം എഴുതിയ സിനിമയിലെ നായിക. വളരെ നല്ല നല്ല ആക്ട്രസ് ആണ്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു. അപ്രോച്ച് ചെയ്യുമ്പോ കഥ പറയാൻ പോയിരുന്നോ? കഥ പറയാൻ പോയപ്പോഴത്തേക്കും എന്താ ഞാൻ തന്നെയല്ലേ പറയുന്നേ. അപ്പൊ ഞാൻ കഥ പറയുമ്പോഴത്തേക്കും ഇതിലെ അശ്വിൻ ഞാൻ തന്നെ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഗൗരി അച്ഛനും ഒക്കെ കൂടി നോക്കി. എനിക്ക് തോന്നുന്നു ഗൗരി കൂടുതൽ എക്സ്പ്ലോർ ആവാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറെ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ തമിഴ് പടം കുറെ ഡിഫറെന്റ് പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളത്തില് കൂടുതൽ ചെയ്യുന്നില്ല തോന്നുന്നത്. കൂടുതൽ മലയാളം പടം ചെയ്യട്ടെ. മീര ജാസ്മിൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മഹാനടി, വലിയ ആക്ട്രസ്. പാലും പഴവും ഒറ്റ വാക്കിൽ. ഫൺ എന്റർടൈനർ. എല്ലാവർക്കും ഉറപ്പ് കൊടുക്കാൻ, എല്ലാവർക്കും എല്ലാ ഏജ് ഗ്യാപ്പിലുള്ളവർക്കും കാണാൻ പറ്റിയ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹാപ്പി പടം. 1 വേർഡ്. ഇപ്പൊ 3 മാർക്കിന്റെ ചോദിക്കാം. അപ്പൊ കുറച്ച് കൂടുതൽ വേണം. സുഖമില്ലെന്നല്ലേ? ഓക്കെ. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ കുട്ടികൾ വന്നിട്ട് അങ്കിൾ എന്ന് വിളിക്കുമ്പോ ശരിക്കും എന്താ മനസ്സിൽ തോന്നാറ്? പ്രായമായി എന്നൊരു തോന്നല്? കുഴപ്പമില്ല. ഇല്ല, നമ്മള് കൊച്ചു പിള്ളേരെ നമ്മളത് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ കേട്ടോ. എനിക്ക് ചിലപ്പോ അറിയില്ല, എനിക്ക് മറ്റേത് വലിയ ഇഷ്ടമാണ്. ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെയാണ്, ഇപ്പൊ ഓക്കെയാണ്. ചിലപ്പോ അറിയില്ല, ഒരു 10 വർഷം കഴിഞ്ഞ് എന്നോട് ചോദിക്കുമ്പോ ചിലപ്പം പെമ്പിള്ളേര് വല്ലവരും വന്ന് വിളിച്ചിട്ടുണ്ടോ അങ്കിൾ എന്നുള്ളത്? ഇല്ലല്ലേ? ഓക്കെ. ഇനി പാലും പഴത്തില് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചിരി. നമ്മള് ഒരു ചിരിപ്പടം കാണുമ്പം കൂട്ടത്തോടൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക നമുക്കൊരു ഹ്യൂമർ കാണുമ്പോൾ ചില ഹ്യൂമേഴ്സ് നമ്മൾ ഇങ്ങനെ ചിരിക്കുന്നതായിരിക്കും. എല്ലാരും കൂടി ചിരിക്കുമ്പോൾ ഉള്ള ആ ഒരു സാധനം, ആ വൈബ് എല്ലാവർക്കും ഭയങ്കര കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു സാധനം കണ്ട് കൈയടിക്കാൻ തോന്നും. ഒരാൾ കൈയടിക്കും, എല്ലാരും കൂടി കൈയടിക്കുമ്പോൾ അപ്പോഴും അതാണ്. അപ്പൊ ആ ചിരി, ആ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാലും പഴത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു പുതുമയുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഇപ്പം കുറച്ച് നാളായല്ലോ ഒരു റോംകോം പടം നമ്മുടെ ഇവിടെ ഇപ്പൊ വന്നിട്ട്. നമുക്ക് ഒന്ന് പ്രേമലു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പടം ആയിരിക്കാം ആ ജോണറിൽ പെട്ട ഒരു സിനിമ ഉണ്ടല്ലേ. നമുക്ക് ഇത് കണ്ട് നമുക്ക് പ്രണയിക്കാം, സന്തോഷിക്കാം, ആ ഒരു ഇത് അങ്ങനെ പറയാം ഒരു സിനിമ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് നന്നായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണെന്ന് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്കൊരു പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഒരു പാട്ട്, മ്യൂസിക്
ഗോപിചേട്ടനാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. പിന്നെ മ്യൂസിക് പാട്ട് ചെയ്ത് ജോയല്, സച്ചിൻ, ജസ്റ്റിൻ ഉദയ്, അങ്ങനെ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും അവരുടെ ഓരോരോ പാട്ടുകൾ. അത് നമുക്ക് സിനിമ എന്ന് പറഞ്ഞ ഓഡിയോ വിഷ്വൽ ആണല്ലോ, അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അടുത്തത് ചോദിക്കാം. 6 മാർക്കിന്റെ ചോദ്യമാണ്, അപ്പൊ കുറച്ചുണ്ടാവും. ഓക്കെ, ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സിനിമ ചർച്ചകൾ കൂടുതലും ഈ ഫേസ്ബുക്കിലാണല്ലോ കൂടുതൽ വരുന്നത്. അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണ്. ബേസിക്കലി ഫുഡ് ബ്ലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും ഇരുന്നാണ് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഈ ഫുഡ് വെറുതെ ഹോബി അതാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ബ്ലോഗിങ് കാണുന്നത് ഭയങ്കര. ഈ ഫേസ്ബുക്ക് എന്നാണ് എടുത്തത്? ഏത് പ്രായത്തിലാണ് എടുത്തത്? അന്നത്തെ പേരെന്തായിരുന്നു ഫേസ്ബുക്കിന്? ഇതിൽ പെട്ടിട്ടില്ല. എനിക്ക് അന്ന് കാണുമ്പോ തന്നെ ഇതെന്തിനാണ് ഇങ്ങനത്തെ പേരെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പം ഈ ഇസഡൊക്കെ അതാണ് മൈ ലൈഫ് മൈ റൂൾസ്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാ she stole my hearts. എന്റെ വൈഫിനെ പറ്റി ഞാൻ അന്ന് എഴുതിയിട്ടുള്ളത് അതിനെ ഇസഡ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ആ സീൻ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അളിയടാ ഇസഡ് പരിപാടി നമുക്ക് പറയാന്ന് പറഞ്ഞു. കാരണം അത് ചെയ്തിട്ടുണ്ട്. സ്മോക്കി പരിപാടി ഇല്ല. ആ സമയത്ത് അത് എടുക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഫേസ്ബുക്ക് നമുക്ക് എനിക്ക് ഓർക്കൂട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു സംഭവം അതായിരുന്നല്ലോ. ഞാൻ ഓർക്കൂട്ടിലും അന്ന് നമുക്ക് നമ്മുടെ ഏജിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഏജ് കൂട്ടിയിട്ടാണല്ലോ നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓർക്കൂട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഓർക്കൂട്ടില് ആക്ച്വലി അന്ന് നല്ല ഒരു സിനിമ ചർച്ചകളുണ്ടായിരുന്നു. നല്ല ശരിക്കും നല്ല ചർച്ചകളുണ്ടായിരുന്നു. അത് പിന്നീട് ആ ചർച്ചകൾ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇത് തുടങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്ക് എടുക്കുന്നത്. ഞാൻ പണ്ട് സിനിമയ്ക്കൊക്കെ റിവ്യൂ ഒക്കെ എഴുതുമായിരുന്നു. എന്റെ ഇടയ്ക്ക് ഈ മെമ്മറീസ് ആയിട്ട് ചില റിവ്യൂ വരും. അപ്പോഴാണ് റിവ്യൂ സാധനം ഉണ്ടല്ലോ നമ്മള് ചുമ്മാ എനിക്ക് ഞാൻ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ പറ്റും. പക്ഷെ ഞാൻ അന്ന് ഇഷ്ടപ്പെട്ട ചില സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമ ഒക്കെ ചുമ്മാ നമ്മൾ ഇപ്പം മമ്മൂക്കയുടെ ചില സിനിമയുണ്ട്. ആ സിനിമ ചിലപ്പോ മറ്റേ ഫ്ലോപ്പ് ആയിരിക്കും, വർക്കാവാത്ത സിനിമ. ഞാൻ പക്ഷെ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഒരു 1 റൈറ്റിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ക്രിഞ്ചടിക്കുന്നല്ലേ? അല്ല ക്രിഞ്ചിനല്ല, അന്നത്തെ എന്റെ ഒരു ഫാനിസം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഞാൻ എന്റെ അടുത്ത് ഒരാൾ മമ്മൂക്കയുടെ പറഞ്ഞ് തർക്കിക്കാനൊക്കെ വന്നാണല്ലോ. പിന്നെ പണ്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നല്ലേ ഫാൻ ഫൈറ്റ്? ഇല്ല, ഫാൻ ഫൈറ്റില് ഞാൻ ലാലേട്ടൻ മമ്മൂക്ക ഫാൻസ് ഒരു ടൈമില് ഉണ്ട് ഫാൻ ഫൈറ്റ്. അല്ല നമ്മള് ഈ കൂടുതലും എന്താ പറഞ്ഞാൽ ഇപ്പൊ ഈ മമ്മൂക്ക എനിക്ക് പണ്ടുള്ള എന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ മമ്മൂക്കയുടെ പലതരം സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാര് മലയാളികൾ കൂടുതൽ പേരും മമ്മൂക്കയുടെ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം സിനിമകളായിരിക്കും കണ്ടത്. അപ്പൊ ഈ മമ്മൂക്ക ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല, മമ്മൂക്കക്ക് ഇങ്ങനത്തെ മമ്മൂക്ക അപ്പൊ സങ്കടം. കാരണം മമ്മൂക്ക പല ലാംഗ്വേജിൽ പലയിടത്ത് പോയി പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അപ്പൊ അതിന്റെ പേരിലൊക്കെ ഉള്ള തർക്കമൊക്കെ ഇല്ല. ആ സിനിമ കണ്ടിട്ടോ ഈ സിനിമ കണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പം ചെയ്യാറുണ്ടല്ലേ? ഇപ്പൊ നേരിട്ടാണ്. ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അറിയാലോ എങ്ങനെയായിട്ട്. ഇപ്പോഴും പിന്നെ ഇപ്പോഴും നമ്മളെല്ലാരും കൂടി വട്ടത്തിൽ കൂടി ഇരുന്ന മമ്മൂക്ക ഇപ്പോഴും അല്ല അത് പറയും. അല്ലേ ഞാൻ പറഞ്ഞത് മമ്മൂക്ക ഇഷ്ടമുള്ളത് കൊണ്ട് അപ്പുറത്ത് ഹെയ്റ്റ് ഉണ്ടെന്നല്ല. ലാലേട്ടനോടുള്ള ഹെയ്റ്റ് എന്നുള്ള ഇതിന് അതൊരു പ്രശ്നമുണ്ട്. ഒരാളെ ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ ഞാൻ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന പറയുമ്പോഴത്തേക്ക് ഉടനെ എന്നോട് ചോദിക്കും അന്ന് മോനാൻ ഇഷ്ടമല്ലാത്തതെന്നല്ല, ഇഷ്ടം കൂടുതലാണെന്നുള്ള സാധനമാണ് ഇവിടുത്തെ സംഭവം. എല്ലാരും ഞാൻ പറഞ്ഞ എല്ലാ ഫാൻസുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ആർക്കും ഇപ്പൊ മമ്മൂക്ക ഇഷ്ടമുള്ളതുകൊണ്ട് ലാലേട്ടന് ഇഷ്ടമുള്ള അങ്ങനത്തെ സാധനം ഇല്ല. ഒരാൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ള ഒരു സാധനമാണ് ഇത്. പക്ഷെ ആ പേരിലുള്ളതാണ് ഈ അടി മൊത്തം നടക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഇനി ഫേസ്ബുക്ക് ചോദിക്കാം. ഫേസ്ബുക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇതിലത്തെ പോലെ, നമ്മുടെ സിനിമ പോലെ? ഫേസ്ബുക്ക് പ്രണയം എന്ന് പറയുമ്പോൾ ഞാനും അവളും പ്രണയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് യൂസ് ചെയ്തതല്ല, അവർക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നേ. അപ്പൊ ഞാൻ ഇതൊക്കെ
ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ആദ്യം ചോദിച്ചത് FB അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എനിക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധത പറഞ്ഞതാ. ഞാൻ ചോദിച്ചിട്ടുണ്ട് FB അക്കൗണ്ട് ഉണ്ടോ, ഇല്ല എനിക്ക് ആ ബാങ്ക് FB എന്താ ഫേസ്ബുക്ക് ഓക്കെ ഓക്കെ FB അല്ലേ അതിലില്ല. ഞാനാണ് അവൾക്ക് അക്കൗണ്ട് എടുത്ത് കൊടുത്തത്. ഇതൊക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്, പരിപാടി ഉണ്ട്, കുറച്ച് സോഷ്യൽ മീഡിയക്കൊക്കെ ഔട്ടായിരുന്നു ഒരു ടൈം. പിന്നെ എനിക്ക് തോന്നുന്നു അവളാണെന്ന് തോന്നുന്നു എന്നെ ഇൻസ്റ്റാഗ്രാം ഇത് ഇപ്പൊ ഇതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഞാൻ പറഞ്ഞ ആ ടൈമിന് പറഞ്ഞ അന്നത്തെ പ്രണയം ഇതേപോലെ ഇതിൽ പറയുമ്പോൾ ക്രിഞ്ചായി തോന്നിയിട്ടുണ്ടോ? കഴിച്ചോവേ തോന്നുന്നത് ഞങ്ങൾ ഇടയ്ക്ക് ഇരിക്കുമ്പോ ഞങ്ങളുടെ പഴയ മെസ്സേജ് ഞങ്ങൾ തന്നെ എടുത്തിട്ട് ബാക്കിലോട്ട് പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തായി. അതിലൊക്കെ എന്തൊക്കെയാണെന്നറിയാം. ഈ വയ്യാതിരിക്കുമ്പോ ഞാൻ കൊടുക്കുന്നുണ്ടോ? ആ ടാബ്ലറ്റ് ഞാനിപ്പോ ഉണ്ട്. ഇപ്പം വിക്സ് തേച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ രണ്ടുപേരും പരിപാടിയായിരുന്നു ഇങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഞങ്ങൾക്ക് ആദ്യം ഓർമ്മയില്ല ഈ SMS 100 SMS റീചാർജ് ഒരു ദിവസം 100 SMS അത് കഴിഞ്ഞ് പിന്നെ വാട്സപ്പ് പിന്നെ ഇത് പോയിട്ടുണ്ട്. കാരണം ഞങ്ങള് 12 വർഷമായി റിലേഷനാണ്. പിന്നെ ഇങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും ക്രഷ് തോന്നില്ല? നമുക്ക് ഒരുപാട് പേരോട് ക്രഷ് തോന്നുമല്ലോ, ഒരുപാട് പേരോട്. അതിലിങ്ങനെ ഇപ്പം മേരി ചേച്ചി ആ സിനിമയത്തെ പോലെ തന്നെ നമുക്ക് ഏജിന് ഇപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞാകുമ്പോൾ ടീച്ചേഴ്സിനോട് നമുക്ക് ക്രഷ് തോന്നാം. അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ വയസ്സിന് മൂത്ത ആൾക്കാരോട് ക്രഷ്? നമ്മള് അന്നത്തെ ആക്ട്രസിനോടൊക്കെ തോന്നാറ് അങ്ങനെ തോന്നുന്നു. ഐശ്വര്യ റായ്, മീര ജാസ്മിൻ. നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞിലെ പോലെ തുടങ്ങിയ. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ച എന്റെ ആക്ട്രസ് മീര ജാസ്മിൻ ആവും. അത് അതാ പറഞ്ഞത്. കാരണം നമ്മളന്ന് കാണുന്നവരാ. അപ്പൊ അവരല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. അത്രയാണ് നമ്മുടെ മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. ഒന്നിനും അറിയില്ല എന്നുള്ള ആൻസർ തന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മള് ഗെയിമിന് ശേഷം ഗിഫ്റ്റ് ഉണ്ട്. കൊണ്ടോട്ടിയുള്ള ഫുലൈൽ എന്ന് പറയുന്ന ഒരാളുടെ ആണ്. ഗ്രേപ്പിന്റെ ജ്യൂസ് ആണ്. യെസ്, പൾപ്പൊക്കെ ഉള്ള ഒരു ജ്യൂസ് ഉണ്ട്. അതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചു. പ്രേക്ഷകരോട് എന്താണ് ഇനിയും പാലുംപഴത്തിനെ കുറിച്ച് പറയാനുള്ളൂ? അതുള്ളൂ. ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സിനിമ ഒന്ന് കാണുക, കണ്ടവര് എല്ലാവരോടും ഒന്ന് അറിയിക്കുക. ഉറപ്പായിട്ട് ഇത് ഞാൻ ഈ സിനിമ ഈ ഇന്റർവ്യൂലൊക്കെ തന്നെ പറഞ്ഞത് ഒന്നിച്ച് കൂടിയിരുന്ന് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകേണ്ട ഒരു സിനിമയാണ് ഈ സിനിമ. തിയേറ്ററിലുള്ളപ്പോൾ നിങ്ങൾ പോയി കാണാം. പിന്നീട് അത് കണ്ടിട്ട് അത് നല്ല സിനിമയാണെന്ന് പറയുന്നതിൽ ബെറ്റർ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോയിരുന്ന് കാണുന്നതാണ്. എല്ലാവരും കാണും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ട പോലെ തന്നെ സക്സസ്ഫുൾ ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സക്സസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആശംസകൾ ഞാൻ നേരെയാണ്. സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു.